ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഇതിനായി ഞാനിവിടെ ആദ്യം തന്നെ 4 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം അതിന്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. എത്ര നന്നായിട്ട് കിഴങ്ങ് ഉടച്ചെടുക്കുന്നോ അത്രയും നന്നായിരിക്കും നമ്മുടെ ഈ ഒരു പലഹാരവും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനെയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുഴച്ച് തുടങ്ങിയപ്പോഴാണ് അത് ഓർമ്മ വന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നോമ്പ് സമയത്തൊക്കെ നമുക്കൊരു പലഹാരം തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. ഇപ്പോൾ ഞാനിതാ നല്ല പോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷമോ ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിൽ റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ കയ്യിലൊന്ന് ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിന്റെ വക്ക് ഭാഗമൊക്കെ ഒന്ന് ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ മാവും റെഡിയാക്കി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഒരെണ്ണം എടുത്തിട്ട് ഇതിന് ഈ മുട്ടയിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടെടുക്കുമ്പോൾ ഒരുപാട് ബലം പ്രയോഗിക്കരുത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഇനി വേണ്ടത് വറുത്ത റവയാണ്. വറുത്ത റവയിൽ ഇതൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ റവയിൽ കോട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു പലഹാരത്തിന്റെ പുറം ഭാഗം തന്നെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമ്മൾ കോട്ട് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഒന്നുകൂടി ഇതിന്റെ വക്ക് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ഷേപ്പാക്കി കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിൾ അല്ലേ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ ഓരോന്നും റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കരുത്. അങ്ങനെ ചെയ്താൽ ഇത് പൊട്ടി ഷേപ്പൊക്കെ വിട്ടുപോകും. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് ഞാനിപ്പോൾ ഇതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിന്റെ ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. എന്നാലേ കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടുള്ളൂ. അതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് മുങ്ങിക്കിടന്ന് വേവുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പൊ ഇതിന്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ഓരോന്നിന്റെയും 2 ഭാഗവും നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇതേപോലെ തന്നെ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ പുറം ഭാഗം എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അകം എങ്ങനെയുണ്ടെന്നുള്ളത് കാണാനായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.